Morning. Okay. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇപ്പൊ തന്നെ എക്സാം വരൂട്ടാ. കുട്ടികളെയൊക്കെ മാറ്റിയിട്ട് എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ നോക്കിക്കോളൂട്ടാ. ഓക്കെ. ഞാൻ എപ്പോഴെപ്പോഴും ഇത് ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ചിലർ പഠിക്കാതെ ഇങ്ങനെ മാറ്റി വയ്ക്കും കുട്ടികളെയൊക്കെ കാരണം. ഓക്കെ, നന്നായിട്ട് പഠിക്കണം കേട്ടാ. ഇനി നമ്മൾ എന്താ എടുത്തത്? സ്റ്റെറിലൈസേഷൻ ഏരിയ അല്ലേ എടുത്തത്? രണ്ട് മെത്തേഡ്സ് പറഞ്ഞല്ലേ? ഏതൊക്കെയായിരുന്നു മെത്തേഡ്സ്? സ്റ്റെറിലൈസേഷന് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയായിരുന്നു? ഏതൊക്കെയായിരുന്നു മെത്തേഡ്സ്? സ്റ്റീം സ്റ്റെറിലൈസേഷനും പിന്നെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. എങ്ങനെയാണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്? എന്തായിരുന്നു പ്രത്യേകത അതിന്റെ? അഫോർഡബിൾ ആണ് അല്ലെ? എല്ലാ എക്യുപ്മെന്റ്സിനും അല്ലെ? ഭൂരിഭാഗം എക്യുപ്മെന്റ്സിനും അഫോർഡബിൾ ആണ്. അതുപോലെ എങ്ങനെയാണ് ടെമ്പറേച്ചർ ഒക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? 121. അതുപോലെ പ്രഷർ എങ്ങനെയാണ്? പ്രഷർ 50. പിന്നെന്താ അതിന്റെ മിനിറ്റ്സ്, പ്രോസസ്സർ സൈക്കിൾ ചെയ്യുന്നതിന്റെ മിനിറ്റ്സ് എന്ത്? 20 മിനിറ്റ്സ്. മറക്കരുതേ. പിന്നെ എങ്ങനെയാണ് കെമിക്കൽ ഗ്യാസിന്റെ എങ്ങനെയാണ് ചെയ്യുന്നത്? കെമിക്കൽ ഗ്യാസ് ഏതൊക്കെ ഐറ്റംസ് ആണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷന് വേണ്ടി ചെയ്യുന്നത്? ഏതൊക്കെയാണ്? കാർഡിയാക് കത്തീറ്റർ. പിന്നെന്താ പറയുന്നത്? കത്തീറ്റർ മാത്രമല്ല, പിന്നെ പ്ലാസ്റ്റിക് ഐറ്റംസ്. പിന്നെ എന്തൊക്കെയാണ്? അതിന്റെ അവേഴ്സ് എത്രയാണ് വരുന്നത്? പ്രോസസ് ചെയ്യുന്നതിന്റെ ടൈം എത്രയാണ് വരുന്നത്? 8 മുതൽ 12. മറക്കരുത് കൈ കാര്യങ്ങളൊക്കെ. ഈ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ഓക്കെ അല്ലേ? ഇത്രയും വരെ ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഇല്ല. മ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. അപ്പൊ സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡ്സുകൾ പറഞ്ഞു അല്ലെ? സ്റ്റീം സ്റ്റെറിലൈസേഷനും പറഞ്ഞു, അതുപോലെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനും. അപ്പൊ രണ്ട് മെത്തേഡുകളാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന രണ്ട് മെത്തേഡുകളാണ് പറഞ്ഞത്. ഇനി ലാസ്റ്റ് വണ് ഒന്നുകൂടി പറയുന്നുണ്ട്, ഫ്ലാഷ് സ്റ്റെറിലൈസർ. അതെന്താണെന്ന് നോക്കാം. This machine is largely used in OT for emergency purpose. എന്താണ് OT? OT എന്താണ്? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ്? എന്തിനാണ് പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്റർ അല്ലെ? അപ്പോ ഓപ്പറേഷൻ തിയേറ്ററില് എമർജൻസി പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു സ്റ്റെറിലൈസർ ആണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. അപ്പൊ എമർജൻസി ഓപ്പറേഷൻ തിയേറ്ററിൽ യൂസ് ചെയ്യുന്ന എമർജൻസി പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസർ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ എന്ത് പറയും? ഫ്ലാഷ് സ്റ്റെറിലൈസർ. പിന്നെ എന്താ പറയാ? This is a special type of autoclave that has very short sterilizer cycle of but 3-4 minutes owing to its ability to raise the temperature to 132 degrees centigrade. എന്താ പറയുന്നത്? വെരി ഷോർട്ട് സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ആണ് അല്ലെ? അതിന്റെ ടൈമിംഗ് കൊടുത്തിട്ടില്ലേ അവിടെ? എന്താണ്? 3 to 4 minutes ആണ്. അപ്പോ കെമിക്കൽ ഗ്യാസിനെക്കാട്ടിലും സ്റ്റീം സ്റ്റെറിലൈസറിനെക്കാട്ടിലും എന്താണ് ഏറ്റവും ഷോർട്ട് പീരീഡിലുള്ളതാണ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ആണ്
ഫ്ലാഷ് സ്റ്റെറിലൈസേഷനും ഉള്ളത്. അതെന്താണ്, എത്ര മിനിറ്റ് ആണ്? 3 to 4 minutes ആണ്. പിന്നെ എന്താ പറയുന്നത്, ടെമ്പറേച്ചർ അല്ലെ. ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററില് ഇപ്പൊ സർജറിക്ക് ഒരു പേഷ്യന്റിനെ സർജറി ചെയ്യാനായിട്ട് കുറെ അധികം ഇൻസ്ട്രുമെന്റ്സ് വേണം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ സർജറി ചെയ്തു, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെച്ചിട്ട് സർജറി ചെയ്തു. അതിനുശേഷം എന്താണ്, വീണ്ടും ആ ഇൻസ്ട്രുമെന്റ്സ് സർജറിക്ക് വേണമെങ്കിൽ ഇപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ്സ് തന്നെ 2 പ്രാവശ്യം സർജറി ചെയ്യാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യന്റ് തന്നെ കേട്ടോ. അപ്പൊ എന്താണ്, അവിടെ വെച്ച് തന്നെ ആ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ തിയേറ്ററില് ഒരു പേഷ്യന്റിന് തന്നെ എന്താണ് ഒരു സർജറി ചെയ്തു, അപ്പോ ഒരു തവണ ഉപയോഗിച്ചു അല്ലെ, പിന്നെയും എന്തെങ്കിലും ചെയ്യാനായിട്ട് ആ എന്താണ് ആ ഇൻസ്ട്രുമെന്റ്സ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ ഷോർട്ട് പീരീഡിൽ അല്ലെ 3-4 minutes സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ എന്ന് പറയുന്നത്. ഇപ്പോ എന്താണ് പല പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇത് ചെയ്യുന്നുണ്ട്, ഐറ്റംസ് കളക്ട് ചെയ്തിട്ട് റിസീവ് ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്ത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് പല പല ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. അതാണ് CSSTയുടെ പ്രോസസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ഈ വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ അല്ലെ 3 minutes ആ വ്യക്തിക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ആ ഇൻസ്ട്രുമെന്റ് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രോസസ്സിലൂടെ നടക്കുമ്പോൾ എന്താണ് കുറെ അധികം ടൈം എടുക്കില്ലേ. അതുകൊണ്ട് ആ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ നമുക്ക് ടെമ്പറേച്ചർ കൂട്ടി 132°C ടെമ്പറേച്ചർ കൂട്ടിയിട്ട് സ്റ്റെറിലൈസ് ചെയ്ത് അല്ലെ 3-4 minutes സ്റ്റെറിലൈസ് ചെയ്ത് വീണ്ടും യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ് ഫ്ലാഷ് സ്റ്റെറിലൈസർ. ക്ലിയർ ആയോ എന്താണെന്നുള്ളത്? ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും ഓട്ടോക്ലേവ്സ്, അതുപോലെ കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ, ഫ്ലാഷ് സ്റ്റെറിലൈസർ മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഇതിന്റെ അടിയിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ചിത്രങ്ങളൊക്കെ, നോക്കി മനസ്സിലാക്കാം. ഓക്കെ, 3 കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ ഓരോ വരിയും. ഇനി നെക്സ്റ്റ് ഏരിയയാണ് സ്റ്റെറിലൈസേഷൻ ഏരിയ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് 5th ഏരിയ ആണ് എന്ത്, സ്റ്റോറേജ് ഏരിയ. എന്താണെന്ന് നോക്കാം. ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ the items are provisionally stored in the cleaned rack from where they are issued to the user department. എന്താ പറയുന്നത്, പ്രൊവിഷണലി എന്ന് പറഞ്ഞാല് ടെമ്പററി അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് അല്ലെ. സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് താൽക്കാലികമായിട്ട് ക്ലീൻഡ് റാക്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? സ്റ്റെറിലൈസേഷൻ ചെയ്ത ഐറ്റംസ് താൽക്കാലികമായിട്ട് ടെമ്പററി ആയിട്ട് ക്ലീനഡ് റാക്കിലാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് FIFO FIFO is the principle to follow in the replacement of sterile in keeping demand of the department. എന്താ പറയുന്നത്, സ്റ്റെറൈൽഡ് ഐറ്റംസ് അല്ലെ. ഇപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഫസ്റ്റ് നമ്മൾ കളക്ട് ചെയ്ത് റിസീവ് ചെയ്തെടുക്കുന്നു, അതെന്ത് ചെയ്യുന്നു, ക്ലീൻ ചെയ്ത് സ്റ്റെറൈൽ ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് തിരിച്ചു കൊടുക്കുന്നു അല്ലെ. അപ്പോ ഫസ്റ്റ് വന്ന ഇൻസ്ട്രുമെന്റ് ഏതാണ്, അത് തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് സ്റ്റെറൈൽ ചെയ്ത് ഫസ്റ്റ് കൊടുക്കുന്നത് ഏതായിരിക്കാം, ആ ഫസ്റ്റ് വന്ന ഇൻസ്ട്രുമെന്റ് ആണ്. അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പോ സ്റ്റോറേജ് ഏരിയയില് ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട് അല്ലെ. എന്ത് പ്രിൻസിപ്പിൾ ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ്. ഫസ്റ്റ് വന്ന ഇൻസ്ട്രുമെന്റ് ഏതാണോ അത് തന്നെയാണ് ക്ലീൻ ചെയ്ത് സ്റ്റെറൈൽ ചെയ്ത് വീണ്ടും അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫസ്റ്റ് കൊടുക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ക്ലിയർ ആയോ? സ്റ്റോറേജ് ഏരിയയിൽ നടത്തുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന പ്രിൻസിപ്പിൾ ഏതാണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറഞ്ഞത് ക്ലിയർ ആയോ? ഓക്കെ ആണോ കൺസെപ്റ്റ്? ഓക്കെ. ഇനി എന്താ പറയുന്നത്, ലാസ്റ്റ് വൺ ആണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഇറ്റ് ഷുഡ് ബി away from the accepting area. എന്താണ് accepting area? ഏത് ഏരിയയാണ് accepting area എന്ന് പറയുന്നത്? accepting area കളക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ റിസീവ് ചെയ്യുന്ന ഏരിയ. ഓക്കെ,
and must have a window with a counter. എന്താ പറഞ്ഞത് മിസ്? റിസീവിംഗ് ഏരിയയ്ക്കും പ്രത്യേക തരത്തിലുള്ള കൗണ്ടർ ഉണ്ട്, അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയ്ക്കും എന്തുണ്ട്? കൗണ്ടർ ഉണ്ട്. അതാണ് പറയുന്നത് കേട്ടോ. സെപ്പറേറ്റ് റിസീവിംഗ് ഏരിയയ്ക്ക് ആയാലും അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയ്ക്കായാലും സെപ്പറേറ്റ് കൗണ്ടർ ഉണ്ട്. In modern hospitals, there may be a different lift and elevators for shifting the sterile materials to the user department. എന്താ പറയുന്നത്? മോഡേൺ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ എന്താണ്, ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ എന്തുണ്ടാവും? എന്താണ്, ഡിഫറെന്റ് ലിഫ്റ്റ് ഉണ്ടാവും അല്ലെ? ഈ സ്റ്റെറൈൽ മെറ്റീരിയൽസ് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ലിഫ്റ്റുകൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ ഇത്രയുള്ളൂ പറയുന്നത് എന്താണ്? റിസീവിംഗ് ഏരിയയ്ക്ക് ഉള്ളതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയ്ക്കും പ്രത്യേക തരത്തിലുള്ള കൗണ്ടറുകൾ ഉണ്ട്. ആ കൗണ്ടറിൽ കൂടെയാണ് എന്ത് ചെയ്യുന്നത്? സ്റ്റെറിലൈസേഷൻ ചെയ്ത എക്യുപ്മെന്റ്സുകൾ പല പല ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. അതുപോലെ എന്താണ്, മോഡേൺ ഹോസ്പിറ്റലുകളൊക്കെ ആണെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ലിഫ്റ്റുകൾ ഉണ്ട്. എന്തിനു വേണ്ടിയിട്ട്? സ്റ്റെറൈൽ മെറ്റീരിയൽസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്, ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഓക്കെ, രണ്ടും ഒന്ന് വായിച്ചു നോക്കൂ കേട്ടോ. സ്റ്റോറേജ് ഏരിയ, അതുപോലെ എന്താണ്, ഫ്ലാഷ് സ്റ്റെറിലൈസർ, പിന്നെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയ. ഒന്ന് വായിച്ചു നോക്കിയേ, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടാ. സ്റ്റോറേജ് ഏരിയ പറയണോ? സ്റ്റോറേജ് ഏരിയ എന്ന് പറഞ്ഞാല് എന്താണ്, നമ്മള് സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് ശേഷം ഐറ്റംസ് സ്റ്റോറേജ് ഏരിയയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അവിടെ എന്താണ്, പ്രൊഫഷണലി എന്ന് പറഞ്ഞാല് താൽക്കാലികമായി അല്ലെങ്കിൽ ടെമ്പററി എന്ന് പറയില്ലേ, താൽക്കാലികമായിട്ട് ഐറ്റംസ് ക്ലീൻഡ് റാക്കിലായിരിക്കും സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ അവിടെ ഒരു പ്രിൻസിപ്പിൾ ഫോളോ ചെയ്യുന്നുണ്ട്. എന്താണ് ആ പ്രിൻസിപ്പിള്? FIFO അല്ലെ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മള് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്ന ഐറ്റംസ് ഫസ്റ്റ് ഏത് ഐറ്റംസ് ആണോ കൊണ്ടുവരുന്നത് അത് തന്നെ ക്ലീൻ ചെയ്ത് സ്റ്റെറൈലൈസ് ചെയ്ത് എന്ത് ചെയ്യുന്നു? അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. ക്ലിയർ ആയോ? ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഫസ്റ്റ് കൊണ്ടുവരുന്ന ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് ഏതാണോ അത് തന്നെ ക്ലീൻ ചെയ്ത് സ്റ്റെറൈലൈസ് ചെയ്തിട്ട് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നു. ക്ലിയർ ആയോ? അതാണ് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഓക്കെ ആണോ? ഓക്കെ, വായിച്ചു നോക്കട്ടാ. ഒന്ന് പറഞ്ഞു കൊടുക്കോ, എലിവേറ്റർ എന്താണെന്നുള്ളത് അറിയാലോ? അതെ പറഞ്ഞാലുണ്ട്, ലിഫ്റ്റ്. ക്ലിയർ ആയോ? മൂന്ന് കാര്യങ്ങളും വായിക്കാൻ പറഞ്ഞത്. ഓക്കെ ആണ്. നെക്സ്റ്റ് എടുക്കട്ടെ മിസ്. ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് ക്വാളിറ്റി ഇൻഡിക്കേറ്റേഴ്സ് യൂസ്ഡ് ഇൻ CSST. എന്താണ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല്? ഇൻഡിക്കേറ്റേഴ്സ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അറിയില്ലേ നിങ്ങൾക്ക്? ക്വാളിറ്റി ഗുണം അല്ലെങ്കിൽ ഗുണനിലവാരം അല്ലെ? ഇനി ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം? സൂചനകൾ. ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ സൈൻ അല്ലെങ്കിൽ സൂചനകൾ.
അപ്പോ നമ്മള് എന്ത് കണ്ടു, സ്റ്റെറിലൈസേഷൻ ചെയ്യുന്ന മെഷീൻസുകൾ കണ്ടു അല്ലെ, ഡിഫറെന്റ് മെഷീൻസുകൾ കണ്ടു. ഏതൊക്കെയാണ് ആ മെഷീൻസ്? ETO, പിന്നെ എന്താണ്, ഏതൊക്കെ മെഷീൻസ് ആണ് കണ്ടത്, പഠിച്ചത്? ഏതൊക്കെയാണ് കണ്ടത്? ഓട്ടോക്ലേവ് മെഷീൻസ്. അപ്പൊ ഈ മെഷീൻസിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന ചില സൂചനകളാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിന്റെ ക്വാളിറ്റി, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അതിന്റെ ക്വാളിറ്റി മെഷർ ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ക്വാളിറ്റി എങ്ങനെയാണ്, നല്ല രീതിയിലാണോ അതിന് പ്രോസസ്സിംഗ് നടത്തുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നത്. 3 രീതിയിലാണ് നമ്മള് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, ഓരോ മെഷീന്റെയും ക്വാളിറ്റി അല്ലെ, സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ മെഷീൻ ഉണ്ടല്ലോ, ആ മെഷീന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് 3 രീതിയിലാണ്. ഫസ്റ്റ് വൺ എന്താണ്, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കാം, എങ്ങനെയായിരിക്കാം ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്? മെക്കാനിക്കൽ എന്ന് പറയുമ്പോ മിഷ്യൻ ഏതാണ്? മിഷ്യൻ വെച്ചിട്ട് അല്ലെ, മിഷ്യൻ വെച്ചിട്ടായിരിക്കാം നമ്മള് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോ നമുക്ക് നോക്കാം, ഡിസ്പ്ലേയിങ് റെക്കോർഡ് ടൈം, ടെമ്പറേച്ചർ, humidity and pressure throughout the time of sterilization cycle അല്ലെ. സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ചെയ്യുമ്പോൾ ആ മെഷീന്റെ ക്വാളിറ്റി നല്ല രീതിയിലാണോ, എന്താണ് ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്തിരിക്കുന്ന രീതിയിലാണോ, അല്ലെങ്കിൽ പ്രഷർ കറക്റ്റ് രീതിയിലാണോ? നമ്മളിപ്പോ ഓട്ടോക്ലേവ് ഒക്കെ എന്താണ്, പ്രഷർ എന്താണ് 15 ആണ് അല്ലെ. അതുപോലെ ടെമ്പറേച്ചർ എങ്ങനെയായിരിക്കാം 121 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ എന്താണ്, ടൈം ഉണ്ട്, അതിന് പ്രത്യേക ടൈം ഉണ്ട്. ടൈം എത്രയാണ്, ഓട്ടോക്ലേവിന്റെ ടൈം എത്രയാണ്? ആ സൈക്കിള് പൂർത്തിയാകുന്ന, പ്രോസസ്സിങ് പൂർത്തിയാകുന്ന ടൈം 20 മിനിറ്റ്സ്. മാർക്ക് എടുത്തിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള ടൈമുകള് കറക്റ്റ് രീതിയിലാണോ അത് പ്രോസസ്സിങ് കഴിഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അതാണ് മിഷ്യൻ വെച്ച് ചെക്ക് ചെയ്യുന്നത്. അപ്പോ ഇപ്പൊ എന്താണ്, ഓട്ടോക്ലേവിന്റെ ഇത് ക്വാളിറ്റി ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ റെക്കോർഡിംഗ് ടൈം 20 മിനിറ്റ്സ് ആണെന്ന് പറഞ്ഞല്ലോ. ഇനി 20 മിനിറ്റ്സ് എന്താണ് കുറവാണെങ്കിൽ, ഇപ്പൊ 18 മിനിറ്റ്സ് ഒക്കെയാണ് അതിന്റെ സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ പ്രോസസ്സ് കഴിഞ്ഞെങ്കിൽ എന്താണ് പറയാ, അതിന്റെ ക്വാളിറ്റി ഉണ്ടോ, ക്വാളിറ്റി ഉള്ള മെഷീൻ ആണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല അല്ലെ. നല്ല രീതിയിൽ അല്ലെ, അതിന് പറഞ്ഞിരിക്കുന്ന ടൈം, റെക്കോർഡിംഗ് ടൈം അല്ലെ 20 മിനിറ്റ്സിനുള്ളിൽ പൂർത്തിയാവണം. അതുപോലെ എന്താണ്, അതിന്റെ ടെമ്പറേച്ചർ മോണിറ്റർ ചെയ്യുന്നത് എങ്ങനെയാണ്, 121 ആണ് അല്ലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പൊ അതിലെന്തെങ്കിലും വേരിയേഷൻസ് ഉണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റി എന്ന് പറയാൻ പറ്റും നമുക്ക്, ക്വാളിറ്റിയിലുള്ള മെഷീൻ അല്ല, അതിന്റെ സ്റ്റെറിലൈസേഷൻ നടക്കുന്നത് സക്സസ്ഫുള്ളി അല്ല എന്ന് പറയാൻ പറ്റൂലേ? അപ്പൊ അതാണ് മെഷീൻ വെച്ചിട്ട് നമ്മൾ എന്താണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്ന രീതിയാണ് ഫസ്റ്റ് പറയുന്നത്. അതേതാണ്, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. മനസ്സിലായോ മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്? ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇത് തന്നെ ഈ സെന്റൻസ് തന്നെ വന്നിട്ട് ചോദിക്കുള്ളൂ ഇത് ഏത് ഇൻഡിക്കേറ്റർ ആണ് ഉള്ളത്. അപ്പൊ അതൊന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് മനസ്സിലായോ? എങ്ങനെയാണ്, മെഷീൻ വെച്ചിട്ടാണ് അല്ലെ നമ്മൾ സ്റ്റെറിലൈസേഷൻ മെഷീന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. അതിന്റെ റെക്കോർഡിംഗ് ടൈം, ടെമ്പറേച്ചർ, അതുപോലെ പ്രഷർ ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മെഷർ ചെയ്യുന്നുണ്ടാവും. റെക്കോർഡിംഗ് ടൈം അപ്പൊ 20 മിനിറ്റ്സ് ആണ് ഇപ്പൊ ഓട്ടോക്ലേവ്. ഉദാഹരണം വേണമെങ്കിൽ എഴുതി വെക്കാം കേട്ടോ, ഓട്ടോക്ലേവ് എന്നുള്ളത്. അപ്പൊ ഓട്ടോക്ലേവ് ആണെങ്കിൽ എന്താണ്, അതിന്റെ റെക്കോർഡിംഗ് ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് ആണ്. അതിന്റെ അത് എന്താണ്, അതിന്റെ ഇപ്പൊ 18 മിനിറ്റ്സ് ആയി, 18 മിനിറ്റ്സ് ആണ് അതിന്റെ സ്റ്റെറിലൈസേഷൻ സർക്കിൾ ചെയ്യുന്ന പ്രോസസ്സിന്റെ ടൈം എന്ന് പറഞ്ഞാൽ എന്താണ്, അത് നല്ല രീതിയിലല്ല സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്, അതിന് ക്വാളിറ്റി ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഇനി പറയണോ മിസ്? ഓക്കെ, മനസ്സിലായി. ഇനി എന്താ പറയുന്നത്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. ഓൾ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ എന്ത് വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത് ക്വാളിറ്റി? മെഷീന്റെ ക്വാളിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ രാസവസ്തുക്കൾ അല്ലെങ്കിൽ എന്താണ്, കെമിക്കൽസ് വെച്ചിട്ട് അല്ലേ? ഓക്കെ, ഇനി എന്താണെന്ന് നോക്കാം. All chemical indicators are designed to react the physical condition inside the sterilization chamber
confirm that the autoclave or steam sterilize is working. There are many types of chemical indicators such as Bovie, Dick, Tac, Pack and chemical indicators strips. നിങ്ങൾ കണ്ടോ അടിയിലത്തെ ചിത്രങ്ങൾ കണ്ടില്ലേ? അതിനകത്ത് കെമിക്കലിന്റെ ആരോയില് കാണുന്നത് കണ്ടോ? സ്ട്രിപ്സുകള് എന്താണത്? കെമിക്കൽസ് ആണ് അല്ലെ? കെമിക്കൽ സ്ട്രിപ്പുകളാണ്. അപ്പോ എന്ത് ചെയ്യും? ഈ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സില് എന്താണ് മിഷന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് കെമിക്കൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞല്ലേ? നമ്മള് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഓരോ ഐറ്റംസും പാക്ക് ചെയ്ത് വെക്കോലോ. പാക്ക് ചെയ്ത് വെച്ചിട്ട് അവിടെ അതിന്റെ മുകളിലായിട്ട് ഈ സ്ട്രിപ്പുകള് എന്ത് ചെയ്യും? ലേബല് ചെയ്ത് അല്ലെങ്കിൽ മുകളിൽ ഒട്ടിച്ച് വെക്കും, ലേബല് ചെയ്ത് വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും? സ്റ്റെറിലൈസേഷൻ പ്രോസസ് അല്ലെ? ഫിസിക്കൽ കണ്ടീഷനുകൾ നമുക്ക് കൊടുക്കും അല്ലെ? ഫിസിക്കൽ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? നമ്മൾ ഓരോ ടെമ്പറേച്ചർ, അതുപോലെ എന്താണ് പ്രഷറുകൾ അല്ലെ? ഓരോ ഇതിലും പ്രഷറുകൾ കൊടുക്കും. ടെമ്പറേച്ചർ ഒക്കെ വരുമ്പോ അതിന്റെ അങ്ങനെ കൊടുത്ത് ടെമ്പറേച്ചർ പ്രഷറൊക്കെ കൊടുത്ത് സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ വേണ്ടി പോകും അല്ലെ? പ്രോസസ്സ് നടക്കും, വർക്കിംഗ് നടക്കും. വർക്കിംഗ് നടക്കുമ്പോ ഈ സ്ട്രിപ്പുകൾ വർക്കിംഗ് കഴിഞ്ഞ് ആഫ്റ്റർ സ്റ്റെറിലൈസേഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ ചേംബറിൽ നോക്കുമ്പോ സ്ട്രിപ്പുകൾക്ക് എന്തെങ്കിലും കളർ ചേഞ്ച് വന്നാല് കറക്റ്റ് രീതിയിലാണ് അതിന്റെ സ്റ്റെറിലൈസേഷൻ നടന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പൊ എന്താണ്? ക്വാളിറ്റിയുള്ള മെഷീനുകളാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? സ്ട്രിപ്പുകളിൽ എന്തെങ്കിലും എന്താണ് സ്റ്റെറിലൈസേഷന് ശേഷം സ്ട്രിപ്പുകൾക്ക് എന്തെങ്കിലും താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടില്ലേ? സ്ട്രിപ്പുകളാണ് കെമിക്കൽ സ്ട്രിപ്പുകൾ. ആ സ്ട്രിപ്പുകൾക്ക് എന്തെങ്കിലും കളർ വ്യത്യാസം വന്നെങ്കിൽ ആ മെഷീൻ നല്ല രീതിയിൽ ഗുഡ് ക്വാളിറ്റിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ലാസ്റ്റ് സെന്റൻസ് ഇല്ലല്ലേ മക്കളെ? അതൊന്ന് എഴുതിയെടുത്തോട്ടാ. എക്സാമ്പിൾ ആണ്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഇത്? എക്സാമ്പിൾ സച്ച് ആസ് Bovie, Tic Tac Pack, thickest pack and chemical indicators. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാല് ഈ സ്ട്രിപ്പുകൾ കേട്ടോ. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് സ്ട്രിപ്പുകൾ. അത് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇനി Bovie ടെസ്റ്റ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാക്കറ്റ് ആണ്. ആ പാക്കറ്റില് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഡോട്ടുകൾ ഉണ്ടാവും. പാക്കറ്റിന്റെ ഉള്ളിൽ ഇങ്ങനെ ഡോട്ടുകൾ ഉണ്ടാവും. അപ്പോ ഐറ്റംസ് ഒന്നും വെക്കാതെ, ഈ ഇൻസ്ട്രുമെന്റ്സ് ഒന്നും വെക്കാതെയാണ് ഈ Bovie ടെസ്റ്റ് പാക്ക് ചെയ്യുന്നത്. ആ ചേംബറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ മിഷനും ആ ചേംബറിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പാക്കറ്റ് വെച്ചിട്ട് ഡോട്ടുകൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ സ്റ്റെറിലൈസേഷൻ ചെയ്തതിന് ശേഷം ഈ ഡോട്ടുകളിൽ എന്തെങ്കിലും കളർ ചേഞ്ച് വന്നാല് നല്ല ഗുഡ് ക്വാളിറ്റിയിലാണ് ആ മെഷീൻ പ്രവർത്തിക്കുന്നത് എന്ന് പറയാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? എന്താ മക്കളെ? ഈ ലാസ്റ്റ് സെന്റൻസ് അല്ലേ? there are many types of chemical indicators എന്ന് പറഞ്ഞുള്ള സെന്റൻസ് ആണോ നിങ്ങൾക്ക് ഇല്ലാത്തത്? അതൊന്ന് എഴുതി വെച്ചോട്ടോ. ഇവിടെ ഉള്ളത് കൊണ്ടാണ് മിസ് പറഞ്ഞത് കേട്ടോ. ഇതൊരു എക്സാമ്പിൾ ആണ്. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് Bovie ടെസ്റ്റ് പാക്കും കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പുകൾ. സ്ട്രിപ്പുകളുടെ കാര്യം മനസ്സിലായില്ലേ? Bovie ടെസ്റ്റ് പാക്കിന്റെ കാര്യം മിസ് പറഞ്ഞില്ലേ? ഒരു പാക്കറ്റ് ആണ്. അതിന്റെ എന്താണ്? അതിന്റെ പുറത്ത് ഇങ്ങനെ ഡോട്ടുകൾ ഉണ്ടാവും. അപ്പോ ചേംബറില് ഈ പാക്കറ്റ് വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് അതിനുശേഷം ഈ പാക്കറ്റിന്റെ ഉള്ളില് എന്തെങ്കിലും ആ ഡോട്ടിന്റെ ഉള്ളിൽ കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ മിഷൻ എന്താണ് സ്റ്റെറിലൈസേഷൻ മിഷൻ നല്ല ഗുഡ് ക്വാളിറ്റിയിലാണ് പ്രോസസ്സിംഗ് നടത്തുന്നത് എന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ, ഇനി പറയണോ മിസ്? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? അപ്പോ ചിലപ്പോ എക്സാമ്പിൾസ് ഒക്കെ ചോദിക്കാം കേട്ടോ. കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇത് ഏത് ഇപ്പൊ Bovie ടെസ്റ്റ് പാക്ക് എന്ന് പറഞ്ഞത് ഏതിന് എക്സാമ്പിൾ ആണ്, ഏത് ഇൻഡിക്കേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ് എന്ന് ചോദിക്കാം. അപ്പൊ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചോട്ടോ. മിസ്സിന് അറിയില്ലായിരുന്നു നിങ്ങൾക്ക് ഈ പ്രിന്റിൽ ഇല്ലാത്ത കാര്യം, അതുകൊണ്ടാണ് കേട്ടോ. എഴുതി വെച്ചെല്ലാവരും? ഓക്കെ, ക്ലിയർ ആയോ?
മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സും കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സും മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നെക്സ്റ്റ് പറയട്ടെ മിസ്. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് നോക്കാം. ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ആർ ഓൾസോ known in the name of ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാക്കണോട്ടോ അവിടെ. ബയോ ഇൻഡിക്കേറ്റേഴ്സ് ായോ? ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാക്കണം കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. അപ്പോ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന് വേറൊരു പേര് അല്ലെ, അതർ നെയിം എന്താണ്? ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അവിടെ എന്താണ്? ദേ ആർ ലിവിങ് ക്രീച്ചേഴ്സ് സച്ച് ആസ് മൈക്രോ ഓർഗാനിസംസ്. എന്താ പറയുന്നത്? ജീവനുള്ള അല്ലെ, അവിടെ എന്താണ്? മൈക്രോ ഓർഗാനിസംസ് വെച്ചിട്ടാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഇത്ര മനസ്സിലായില്ലേ? They used to confirm sterilization, performs to verify the sterilization procedure, display the sterilization effect of production process. അവിടെ എങ്ങനെയാണ് സ്റ്റെറിലൈസേഷൻ പ്രൊസീജിയേഴ്സ് വെരിഫൈ ചെയ്യുന്നുണ്ട്, അതുപോലെ എന്ത് എഫക്റ്റ് ആണ് സ്റ്റെറിലൈസേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്നത് എന്നുള്ള കാര്യമാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾ കണ്ടോ? ബയോളജിക്കലിന്റെ ആരോയിൽ കണ്ടില്ലേ? ഒരു കുപ്പി കണ്ടോ? അതിനെ ആംബ്യൂൾ എന്നാണ് കേട്ടോ. ഈ കുപ്പിനെ പറയുന്നത് ആംബ്യൂൾ എന്നാണ്. ഇവിടെ എന്താണ്? ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈക്രോ ഓർഗാനിസംസ് സൊല്യൂഷൻസ് ആണ് അതിന്റെ ഉള്ളിൽ ഉള്ളത്. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ പോലെ തന്നെ ചേംബറിൽ എന്ത് വെക്കുന്നുണ്ട്? ഈ കുപ്പി അല്ലെ, ഈ ആംബ്യൂൾ വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം എന്താണ്? സ്റ്റെറിലൈസേഷന് ശേഷം, പ്രോസസ്സിന് ശേഷം എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കും. കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ എന്താണ്? ഗുഡ് ക്വാളിറ്റിയിലാണ് ആ മെഷീൻ പോകുന്നത് എന്നുള്ള കാര്യം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അപ്പോ എന്താണ്? കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിലുള്ള കാര്യം തന്നെ, ആ പ്രോസസ്സിങ്, ആ സെയിം ബേസിക് കൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ. ആരെയാണ് ക്വാളിറ്റി ചെയ്യാനായിട്ട് നോക്കുന്നത് വെച്ചിട്ടുള്ളത്? ഇവിടെ കെമിക്കൽസിനെയാണ്. അതുപോലെ ഇവിടെ ആരെയാണ്? മൈക്രോ ഓർഗാനിസം. ക്ലിയർ ആയോ? ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ആരെയാണ് ഇവിടെ? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ ആരെയാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് നോക്കി എന്താ പറയാ? മനസ്സിലായോ? മൈക്രോ ഓർഗാനിസംസ്. ഓക്കെ, അപ്പോ എന്താണ്? 3 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സ് ആണുള്ളത് അല്ലെ. മെഷീന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 3 തരത്തിലുള്ള ഇൻഡിക്കേറ്റേഴ്സിനെയാണ് പറഞ്ഞത്. ഫസ്റ്റ് വൺ എന്താണ്? മെഷീൻ വെച്ചിട്ട് അല്ലെ, മെക്കാനിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ പറഞ്ഞത് എന്താണ്? കെമിക്കൽ വെച്ചിട്ട് നോക്കുന്നുണ്ട്, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സ്. പിന്നെ എന്താ പറഞ്ഞത്? ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സില് മൈക്രോ ഓർഗാനിസംസ് വെച്ചിട്ടാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഇത്രയും ജസ്റ്റ് ഒന്ന് ആ പോയിന്റ് ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. ബയോളജിക്കലിൽ ആരാണ്, അതുപോലെ കെമിക്കലിൽ ആരാണ്, പിന്നെ അതിന്റെ എക്സാമ്പിൾ നോക്കാം. പിന്നെ എന്താണ്? മെക്കാനിക്കല് മെഷീൻ വെച്ചിട്ടാണ് അതിന്റെ ടെമ്പറേച്ചർ, റെക്കോർഡിംഗ് ടൈം അല്ലെ, പ്രഷർ കൊടുത്തിട്ട് നമ്മള് നോക്കും എങ്ങനെയാണ് എന്നുള്ളത്. അതിന്റെ പ്രോസസ്സിംഗ് നടത്തുന്നത് കറക്റ്റ് ടൈമിലാണോ? ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഓട്ടോക്ലേവ് ഒക്കെ എന്താണ്? 20 മിനിറ്റ്സ് ആണ്. അപ്പൊ 20 മിനിറ്റ്സിനുള്ളിൽ അതിന്റെ സ്റ്റെറിലൈസേഷൻ സൈക്കിള് പൂർത്തിയാകുന്നുണ്ടോ? അങ്ങനെ പൂർത്തിയാകുന്നില്ലെങ്കിൽ എന്താണ്? ഗുഡ് ക്വാളിറ്റിയിലല്ല ആ മെഷീൻ പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെന്താണ്? കെമിക്കൽസ് അല്ലെ, നമ്മള് ചേംബറിൽ അല്ലെ, സ്റ്റെറിലൈസേഷൻ ചേംബറില് ഐറ്റംസിന്റെ പുറത്ത് അല്ലെ, കവർ ചെയ്ത ഐറ്റംസിന്റെ പുറത്ത് ഈ കെമിക്കൽസ് സ്ട്രിപ്പുകൾ അല്ലെ, അത് ഒട്ടിച്ച് വെച്ചിട്ട് ലേബൽ ചെയ്യും. അതിനുശേഷം സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ ആ സ്ട്രിപ്പുകളിൽ എന്തെങ്കിലും കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ ഗുഡ് ക്വാളിറ്റിയിലാണ് ആ മെഷീൻസ് പ്രവർത്തിക്കുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? ബോവി, ഡിക് ടെസ്റ്റ് പാക്കും അതുപോലെ കെമിക്കൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പുകൾ കേട്ടോ. മറ്റേ ബോവി ഡിക് ടെസ്റ്റ് പാക്കിന്റെ എന്താണ്? ഒരു പാക്കറ്റ് ആണ് അല്ലെ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിട്ട് മതി കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് മാത്രം നിങ്ങൾക്ക് പഠിക്കാനുള്ളത്, വേറെ ഒന്നും പഠിക്കാനില്ല. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മിസ് പറഞ്ഞത് അതാണ് കേട്ടോ. അപ്പൊ എന്താണ്? അതൊരു പാക്കറ്റ് ആണ്. അതിന്റെ പുറത്ത് എന്താണ്? ഒരു ഡോട്ട്
ഉണ്ടാവും, കുത്തുകൾ ഉണ്ടാവും. അതെന്ത് ചെയ്യുന്നുണ്ട്, ഈ ചാമ്പറിൽ വെച്ചിട്ട് സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് ശേഷം ആ കുത്തുകളില് എന്തെങ്കിലും കളർ ചേഞ്ച് വന്നിട്ടുണ്ടോ എന്ന് നോക്കും. കളർ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലാണ് ആ മിഷ്യൻ പ്രവർത്തിക്കുന്നത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് അല്ലെ. അവിടെ ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സ് ഓൾസോ നോൺ ആസ് എന്താണ്, ബയോ ഇൻഡിക്കേറ്റേഴ്സ് എന്നാണ് പറയുന്നത്. അവിടെ എങ്ങനെയാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്, ആരെ വെച്ചിട്ടാണ് ചെക്ക് ചെയ്യുന്നത്, മൈക്രോ ഓർഗാനിസംസ് അല്ലെ, ജീവനുള്ള അല്ലെങ്കിൽ എന്താണ് ലിവിങ് ക്രീച്ചർ അല്ലെ, മൈക്രോ ഓർഗാനിസംസ് വെച്ചിട്ടാണ് അത് ചെക്ക് ചെയ്യുന്നത്. എന്ത് ചെയ്യുന്നുണ്ട്, ആംപ്യൂളില് എന്തുണ്ടാവും, മൈക്രോ ഓർഗാനിസംസ് അല്ലെ, ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആയ മൈക്രോ ഓർഗാനിസം സൊല്യൂഷൻ ഉണ്ടാവും. അതെന്ത് ചെയ്യും, സ്റ്റെറിലൈസേഷൻ ചേമ്പറിൽ വെക്കും. സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ, കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിന്റെ സെയിം ഇത് തന്നെയാണ് കേട്ടോ, സെയിം ബേസിക് തന്നെയാണ് ഇതിലും പറയുന്നത് കേട്ടോ. കളർ ചേഞ്ച് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്, കളർ ചേഞ്ച് സംഭവിക്കുകയാണെങ്കിൽ എന്താണ്, നല്ല രീതിയിലാണ്, ഗുഡ് ക്വാളിറ്റി ആണ് ആ മിഷ്യനുള്ളത് എന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ക്ലിയർ ആയോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ, ഒന്ന് വായിച്ചു നോക്കൂട്ടോ, 3 എണ്ണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കട്ടോ. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. എന്താണ് ബയോളജിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ ക്വാളിറ്റി ചെക്ക് ചെയ്യാനായിട്ട് ആരെയാണ് ഇതാക്കുന്നത് അല്ലെ, മൈക്രോ ഓർഗാനിസംസിനെയാണ്. അതുപോലെ കെമിക്കൽ ഇൻഡിക്കേറ്റേഴ്സിൽ കെമിക്കൽ വെച്ചിട്ടാണ് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. എക്സാമ്പിൾ പഠിക്കുക, അതുപോലെ മെക്കാനിക്കൽ കേട്ടോ. ഈ സെയിം സെന്റൻസ് തന്നെയായിരിക്കും, വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. PDF-ലുള്ളത് മാത്രം പഠിച്ചാൽ മതി. വായിച്ചു നോക്കിട്ടാ. ഹ്യൂമിഡിറ്റി എന്ന് പറഞ്ഞാൽ ഈർപ്പം. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒന്ന് പറഞ്ഞു കൊടുത്തേ. ഓട്ടോക്ലേവ് ഓട്ടോക്ലേവ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുക കുട്ടിക്ക്.
ഓട്ടോക്ലേവ് എന്താ? സ്റ്റെറിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ. പിക്ചർ കൊടുത്തിട്ടുണ്ടല്ലോ മോളെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അടിയില് ഓട്ടോക്ലേവ്സിന്റെ ഒക്കെ. ഇതാണ് സ്റ്റെറിലൈസേഷൻ മെഷീനുകൾ എന്ന് പറയുന്നത് കേട്ടാ. നെക്സ്റ്റ് പറയട്ടെ മിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം അല്ലെ. ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? CSSD ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ചെയ്യുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസ് റിസീവ് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് ഡീകണ്ടാമിനേഷൻ ആക്കി സ്റ്റെറിലൈസ് ചെയ്ത് അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പോ ഇവിടെ CSSD ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം 4 എണ്ണമാണ് ഉള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിച്ചു വെച്ചാൽ എളുപ്പമാണ് കേട്ടോ. ഫസ്റ്റ് നോക്കാം, ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. എന്താണ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാല്? എക്സ്ചേഞ്ച് കൈമാറുക അല്ലെ. അല്ലെങ്കിൽ എന്താണ്, നിങ്ങളിപ്പോ എന്താണ് ഒരു ടെക്സ്റ്റൈൽസ് ഒരു തുണി എടുത്ത് നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു? അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് എടുത്ത് കൊണ്ടുപോയോ അല്ലെ. എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട് അല്ലെ, പരസ്പരം അവിടെ കൈമാറുന്നുണ്ട്. അപ്പോ നമുക്ക് നോക്കാം. Sterilized articles is provided at the CSSD issue counter in exchange for a used one at any time. എന്താ പറയുന്നത്? ഡേറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമായ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്ത് കൊണ്ടുവരും? മലിനമായ ഇൻസ്ട്രുമെന്റ്സ് കൊണ്ടുവന്നിട്ട് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട് അല്ലെ. എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ കൗണ്ടറിൽ നിന്ന് ഒരു ക്ലീൻ ആക്കിയ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ആക്കിയ ഒരു ഐറ്റം വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡേർട്ടി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡേർട്ടി ആയിട്ടുള്ള മലിനമായ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ടുവന്നിട്ട് അവിടെ റിസീവ് ചെയ്തവര് വെക്കൂലെ. അതിനുശേഷം ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് ക്ലീൻ ആക്കിയ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് ഒരു ഐറ്റം എന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അവിടെ എന്താ നടക്കുന്നത്? എക്സ്ചേഞ്ച് ആണല്ലേ. മലിനമായ ഒരു സാധനം കൊണ്ടുവന്നിട്ട് ക്ലീൻ ആക്കിയ അല്ലെങ്കിൽ സ്റ്റെറിലൈസ് ആക്കിയ ഒരു ഐറ്റം ഡിപ്പാർട്ട്മെന്റിലേക്ക് എക്സ്ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്. ക്ലിയർ ആയോ? ആ എക്സ്ചേഞ്ചിന്റെ അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അടിയിൽ വരച്ചു വെക്കുക. അപ്പൊ പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. രണ്ടും ഡിഫറൻസ് ആണ് കേട്ടോ. ഡിഫറെന്റ് വിൻഡോ ആണ്. ഞാൻ പറഞ്ഞില്ലേ, റിസീവിംഗ് ഏരിയയില് ഒരു കൗണ്ടർ ഉണ്ട് അല്ലെ. വിൻഡോ ഉണ്ട്, അതുപോലെ പ്രത്യേകമായിട്ടുള്ള കൗണ്ടർ ഉണ്ട്. പിന്നെന്താണ്? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലും പ്രത്യേക തരത്തിലുള്ള കൗണ്ടർ ഉണ്ട്. രണ്ടും സെപ്പറേറ്റ് ആണ് കേട്ടോ. സെപ്പറേറ്റ് ആണ് ഏരിയകള്. കൗണ്ടറുകളും വ്യത്യാസമുണ്ട്. ക്ലിയർ ആയില്ലേ? അപ്പോ ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അഴുക്കായിട്ടുള്ള അല്ലെ, ചീത്തായിട്ടുള്ള അല്ലെങ്കിൽ മലിനമായ ഒരു ഐറ്റം കൊണ്ടുവന്നിട്ട് അവിടെ എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട്. എന്താണ്? സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഒരു ഐറ്റം ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നു. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ ഇത് പഠിച്ചു വെച്ചാൽ മതി. അപ്പോ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ വരുള്ളൂ, വേറെ രീതിയിലൊന്നും വരില്ല. ഇനി എന്താണ്? മനസ്സിലായില്ലേ? ഇത് ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച്. ഇനി റിക്വസിഷൻ സിസ്റ്റം നെക്സ്റ്റ് ആണ് പറയുന്നത്. റിക്വസിഷൻ സിസ്റ്റം. ആർട്ടിക്കിൾസ് നീഡഡ് ആർ ഡിമാൻഡഡ് ബൈ യൂസേഴ്സ്. യൂസേഴ്സ് എന്ന് പറഞ്ഞാല് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. യൂസേഴ്സ് on a daily or regular basis and gathered by them at the CSSD counter. എന്താ പറയുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റും ഡിമാൻഡിനനുസരിച്ച് അല്ലെ. ഡിമാൻഡ് എന്ന് പറഞ്ഞാല് അവരുടെ ആവശ്യത്തിനനുസരിച്ച് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യത്തിനനുസരിച്ച് എന്താണ്? ഡെയിലി ഓർ റെഗുലർ ബേസിസില് CSSD കൗണ്ടറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? സാധനങ്ങള്
വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. അപ്പോ ഡെയിലി ഒരു റെഗുലർ ബേസിസിന്റെ അവിടെ അതിൽ വരയ്ക്കാം. ക്ലിയർ ആയോ? റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ഡിമാൻഡിനനുസരിച്ച്, ആവശ്യത്തിനനുസരിച്ച് ഡെയിലി ബേസിസിലോ അല്ലെങ്കിൽ റെഗുലർ ബേസിസിലോ ഈ CSSലെ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതിനെയാണ് റിക്വസിഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? രണ്ടും ഒന്ന് വായിച്ചു നോക്കട്ടാ. ഇപ്പൊ പറഞ്ഞ രണ്ടും ഒന്ന് വായിച്ചു നോക്ക്. ക്ലെയിം ഫോർ ഡേർട്ടി എക്സ്ചേഞ്ചും റിക്വസിഷൻ സിസ്റ്റം. എന്നിട്ട് അടുത്ത രണ്ടെണ്ണം പറഞ്ഞു തരാം. സെക്കൻഡ് പറയണോ? സെക്കൻഡ് എന്താ പറയുന്നത്? ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും റിക്വസിഷൻ സിസ്റ്റം അല്ലേ? റിക്വസിഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാല് ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമനുസരിച്ച്, ഡിമാൻഡിനനുസരിച്ച് ഡെയിലി ബേസിസിലോ റെഗുലർ ബേസിസിലോ ഈ ഡിസ്ട്രിബ്യൂഷൻ കൗണ്ടറിൽ നിന്ന് ഐറ്റംസ് വാങ്ങിച്ചു കൊണ്ടുപോകുന്നു, അല്ലെങ്കിൽ കളക്ട് ചെയ്ത് കൊണ്ടുപോകാം. ക്ലിയർ ആയോ? ജസ്റ്റ് ഒന്ന് ഡെയിലി ഒരു റെഗുലർ ബേസിസിന്റെ ഇടയിൽ ഒന്ന് വരച്ചു വെച്ചാൽ മതി. മറ്റേത് എന്താണ്? ഡേർട്ടി എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാല് എക്സ്ചേഞ്ചിന്റെ അവിടെ നിന്ന് വരച്ചു വെക്കാം. അപ്പൊ എന്താണ്, പെട്ടെന്ന് ക്വസ്റ്റ്യനില് എക്സ്ചേഞ്ച് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ ഏതാണ്? ക്ലെയിം ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് ആണ്. പിന്നെന്താ, ഡെയിലി ഒരു റെഗുലർ ബേസിസ് എന്നൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും റിക്വസിഷൻ സിസ്റ്റം ആണത്. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ് നോക്കാം. ഗ്രോസറി സിസ്റ്റം. എന്താണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറഞ്ഞാല്? ഗ്രോസറി സിസ്റ്റം, ഗ്രോസറി എന്തായിരിക്കാം? കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെ വീട്ടിലൊക്കെ സാധനങ്ങൾ വാങ്ങിക്കാറുള്ളതല്ലേ. എന്താണ്? പലചരക്ക് അല്ലെങ്കിൽ പലവ്യഞ്ജനങ്ങൾ അല്ലെ. അപ്പോ ഇവിടെ നോക്കാം. ഈച്ച് യൂസേഴ്സ് ഡിമാൻഡ് ഫോർ എ സ്പെസിഫിക് പീരീഡ് ഫോർ ഡെലിവേർഡ് at suitable intervals regardless of whether the content have been used for not. എന്താ പറയുന്നത്? ഫോർ എക്സാമ്പിൾ ആയിട്ട് മിസ് പറയാം. നിങ്ങളുടെ വീട്ടിലെ പലചരക്ക് സാധനങ്ങളുടെ ആവശ്യം വന്നു. അപ്പോ നിങ്ങൾ എന്ത് ചെയ്തു? ലിസ്റ്റ് ഇട്ടു അല്ലെ, ഇന്ന സാധനം വേണം, അരി 5 കിലോ, പഞ്ചസാര 4 കിലോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്തു? ലിസ്റ്റ് ഇട്ടു അല്ലെ. ലിസ്റ്റ് ഇട്ടതിന് ശേഷം കടയിൽ കൊണ്ടുപോയി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഓരോ മാസവും ഈ ലിസ്റ്റ് പ്രകാരം എനിക്ക് സാധനങ്ങൾ കൊണ്ടുതരണം. അപ്പൊ എന്ത് ചെയ്തു? ഓരോ മാസവും അവരെന്ത് ചെയ്തു? ഓരോ മാസവും ഇന്ന ഡേറ്റ് ആകുമ്പോ ആ ഡേറ്റ് അവിടെ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ ആ ഡേറ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ ഇന്ന ഡേറ്റ് ആകുമ്പോ എല്ലാ മാസവും അവരെന്ത് ചെയ്യും? കടയിൽ നിന്ന് സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുതരും അല്ലെ. അപ്പോ ഈ മാസം കൊണ്ടുതന്നു, അതിനുശേഷം അടുത്ത മാസവും കൊണ്ടുതരില്ലേ? അപ്പൊ അടുത്ത മാസം വരുമ്പോ അവര് ചോദിക്കാറുണ്ട്, കഴിഞ്ഞ മാസം കൊണ്ടുതന്ന സാധനങ്ങളുടെ എല്ലാം തീർന്നോ അല്ലെങ്കിൽ ബാക്കി ഇരിപ്പുണ്ടോ എന്ന് ചോദിക്കാറുണ്ടോ? ഇല്ല. സാധനങ്ങൾ നിങ്ങൾക്ക് തരികയല്ലേ ചെയ്യാറ്. അപ്പോ അതുപോലെ തന്നെയാണ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഡിസ്ട്രിബ്യൂഷൻ കൗണ്ടറിൽ നിന്ന് സാധനങ്ങള് കൊടുക്കാറുണ്ട്. എങ്ങനെ?
ഇന്റർവെൽസിൽ അല്ലെ, ഒരു നിശ്ചിത കാലയളവിലാണ് കൊടുക്കുന്നത്. കാലയളവ് പ്രകാരം ഇത് ചെയ്യുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ആവശ്യമനുസരിച്ച് ലിസ്റ്റ് ഇട്ടിട്ടുണ്ടാവും. ആ ലിസ്റ്റ് പ്രകാരം ഇന്റർവെൽസ് അല്ലെ, ഒരു നിശ്ചിത കാലയളവില് എന്താണ് ഓരോ ഐറ്റംസ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതാണ് ഗ്രോസറി സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്, ഇപ്പോ കഴിഞ്ഞ പ്രാവശ്യം ആ ലിസ്റ്റ് വൈസ് സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തതെന്ന് വെച്ചാല് ഈ പ്രാവശ്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കഴിഞ്ഞ പ്രാവശ്യം തന്ന ഇൻസ്ട്രുമെന്റ്സ് കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ എല്ലാം കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തു എന്ന് അവർ ചോദിക്കാറില്ല. ഈ പ്രാവശ്യം ലിസ്റ്റ് പ്രകാരം മാത്രമായിരിക്കും അവിടെ സാധനങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ ആയോ കൺസെപ്റ്റ്? പലചരക്ക് കടയുടെ ആ കൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ ആണോ? അപ്പൊ എന്താണ്, കഴിഞ്ഞ പ്രാവശ്യം കൊടുത്ത ആ ഇൻസ്ട്രുമെന്റ്സ് ഫുള്ളും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്തോ എന്നുള്ള കാര്യം അവര് ചോദിക്കുന്നില്ല. ബാക്കി എന്താണ് ചോദിക്കുന്നത്, എന്താണ് ചെയ്യുന്നത്, അവരുടെ ലിസ്റ്റ് പ്രകാരം അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെയും ലിസ്റ്റ് പ്രകാരം ഒരു നിശ്ചിത കാലയളവിൽ ഇന്റർവെൽസിലാണ് അവര് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നത്. ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കട്ടാ. ഇനി എന്താ പറയുന്നത്, കോട്ട സിസ്റ്റം അല്ലെ. പ്രീ അറേഞ്ച്ഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്ക് ലെവൽസ് ഓഫ് ഡിഫറെന്റ് ഐറ്റംസ് ഫോർ ഈച്ച് യൂസർ യൂണിറ്റ് ആർ മെയിൻറ്റെയിൻഡ് ബൈ ഡെലിവറി പേഴ്സണൽസ്. ഡെലിവറി പേഴ്സണൽസ് ആരായിരിക്കാം, അവിടെ ഡെലിവറി ചെയ്യുന്ന സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയില്, അവരെയാണ് ഡെലിവറി പേഴ്സണൽസ് എന്ന് പറയുന്നത്. From CSSD through frequent delivers. എന്താ ഫ്രീക്വന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിവായിട്ട്. അപ്പോ ഇവിടെ എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിനും അനുസരിച്ച് മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഐറ്റംസിന്റെ അല്ലെ, അവിടെ എന്താണ്, അവിടെ നോക്കും ഇപ്പോ എന്തെങ്കിലും ഐറ്റംസ് കുറവുണ്ടോ, ഷോർട്ടേജ് ഉണ്ടോ, എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സിന്റെ ആവശ്യമുണ്ടോ, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പ്രീ അറേഞ്ച്മെന്റ് സ്റ്റോക്കുകളുടെ ലിസ്റ്റ് ഇടുന്നത്. അപ്പോ മുൻകൂട്ടി ക്രമീകരിച്ച സ്റ്റോക്കിന്റെ ലിസ്റ്റ് പ്രകാരം ആ ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലെ ഡെലിവറി സ്റ്റാഫുകൾ ഉണ്ടാവുമല്ലോ, ഡെലിവറി പേഴ്സണൽസിനെയാണ് ഡെലിവറി സ്റ്റാഫുകൾ എന്ന് പറയുന്നത്. ആ സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓരോ ഐറ്റംസ്. ഒന്നുകൂടി പറഞ്ഞു തരാം. എന്താണ്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഷോർട്ടേജ് ഉള്ള എക്യുപ്മെന്റ്സ് ഉണ്ടാവും അല്ലെ, എന്തൊക്കെ ഐറ്റംസിന്റെ ആവശ്യമുണ്ട് അല്ലെങ്കിൽ എന്തൊക്കെ ഷോർട്ടേജുകൾ ഉണ്ട് ഐറ്റംസിൽ, എന്തൊക്കെ എക്യുപ്മെന്റ്സിൽ ഷോർട്ടേജുകൾ ഉണ്ടോ എന്നുള്ള ലിസ്റ്റുകൾ ആദ്യം ഒന്ന് നോക്കും. എന്നിട്ട് എന്ത് ചെയ്യും, മുൻകൂട്ടി ക്രമീകരിക്കും ലിസ്റ്റുകൾ. ഇന്ന ആവശ്യമുണ്ട്, ഇന്നത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ട് മുൻകൂട്ടി ക്രമീകരിക്കും. ഓരോ ഐറ്റംസും വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ ഐറ്റംസിന്റെ ആവശ്യമുണ്ടെങ്കിൽ ആ ഡെലിവറി സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പതിവായിട്ട് അല്ലെ, ഫ്രീക്വന്റ്ലി പതിവായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡെലിവറി സ്റ്റാഫുകള് ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമായിട്ട് വരുന്നത്, എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിനും ആവശ്യമുള്ള ഷോർട്ടേജ് ഉള്ള എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലെ ഡെലിവറി പേഴ്സണൽസ്, ഡെലിവറി സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നത്, ഓരോ ഏരിയയ്ക്കും പതിവായിട്ട് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ കൺസെപ്റ്റ്? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിൽ വരുന്നത് കേട്ടോ. ഓക്കെ, 4 കാര്യങ്ങൾ. ക്ലീൻ ഫോർ ഡേർട്ടി എക്സ്ചേഞ്ച് അല്ലെ, എക്സ്ചേഞ്ച് നടത്തുന്നുണ്ട്. റിക്വസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി ഓർ റെഗുലർ ബേസിസിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഗ്രോസറി ഐറ്റംസ് അല്ലെ, ലിസ്റ്റ് നോക്കിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, റെഗുലർ ഇന്റർവെൽസിൽ അല്ലെ, എന്താണ് കാലയളവില് ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ എന്താണ്, പ്രീ അറേഞ്ച് അല്ലെ, മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ അല്ലെ, എന്തൊക്കെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഉള്ള ഐറ്റംസിന്റെ ഷോർട്ടേജ് എന്തൊക്കെയാണ്, എന്തൊക്കെ ഐറ്റംസ് ആണ് ആ ഡിപ്പാർട്ട്മെന്റിൽ വേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുൻകൂട്ടി സ്റ്റോക്ക് ഐറ്റംസിന്റെ ലിസ്റ്റ് ഇട്ടിട്ട്
ഡെലിവറി അല്ലെ, ഡെലിവറി പേഴ്സണൽസ്, അവിടെയുള്ള ഡെലിവറി സ്റ്റാഫുകൾ എന്ത് ചെയ്യുന്നുണ്ട്, പതിവായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? നെക്സ്റ്റ് പോർഷനിലോട്ട് പോട്ടെ. ഇനി എന്താണ് അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിങ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെയുള്ള അല്ലെ ഹോസ്പിറ്റലിന്റെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആൾക്കാരാണ് അല്ലെ. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ് അല്ലെങ്കിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും അവര് പറഞ്ഞിരിക്കുന്ന ഹോസ്പിറ്റൽസ് പറഞ്ഞിരിക്കുന്ന പോളിസിയിലാണോ, പ്രൊസീജിയറില്, നോംസില് അല്ലെങ്കിൽ റൂൾസിലാണോ പോകുന്നത് എന്നൊക്കെ മോണിറ്റർ ചെയ്യാനായിട്ടുള്ള ഒരു വിഭാഗമാണ് അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. വർക്ക് പ്രാക്ടീസസ് മസ്റ്റ് ബി ഓവർസീൻ അല്ലെ. ഓരോ ഡിപ്പാർട്ട്മെന്റിലെയും അല്ലെങ്കിൽ CSSP-യിലാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ CSSP-യിൽ എന്താണ് വർക്ക് പ്രാക്ടീസസ് അല്ലെ. എന്താ പറയുന്നത് വർക്ക് പ്രാക്ടീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊഴിൽ പരിശീലനം അല്ലെ. തൊഴിലിന്റെ പരിശീലനം ഓവർസീ ചെയ്യുക, അതാണ് ഒരു എന്ത് ഡ്യൂട്ടി എന്ന് പറയുന്നത്. കറക്റ്റ് രീതിയിലാണോ അവിടുത്തെ വർക്കുകൾ കാര്യങ്ങൾ നടക്കുന്നത് എന്ന് എന്ത് ചെയ്യണം, സൂപ്പർവിഷൻ അല്ലെങ്കിൽ ഓവർസീ ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, റിട്ടൺ പോളിസി പ്രൊസീജിയേഴ്സ് മസ്റ്റ് ബി സ്ട്രിക്ട്ലി ഫോളോഡ് ബൈ ദ പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഉള്ള സ്റ്റാഫുകൾ കേട്ടോ. CSSP-യിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകളെയാണ് പേഴ്സണൽസ് എന്ന് പറയുന്നത്. Responsible and accountable for sterilization and disinfecting items and for handling sterile supplies. എന്താ പറയുന്നത്, അവിടുത്തെ ആ CSSP-യിൽ വർക്ക് ചെയ്യുന്ന പേഴ്സണൽസ് റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ അല്ലെ, ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. എന്തിനു വേണ്ടിയിട്ട്, സ്റ്റെറിലൈസ്ഡ് ഐറ്റംസ് അല്ലെ, സ്റ്റെറിലൈസേഷൻ ചെയ്ത ഐറ്റംസ് ഏതൊക്കെയാണ്, അതുപോലെ വിമുക്തമാക്കിയിട്ടുള്ള ഡിസ്ഇൻഫെസ്റ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഏതൊക്കെയാണ്, അതുപോലെ സ്റ്റെറിലൈസ് ചെയ്ത ഐറ്റംസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നൊക്കെ അല്ലെ നല്ല രീതിയിൽ ഉത്തരവാദിത്ത ബോധമുള്ളവരായിരിക്കണം അവിടുത്തെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാല്. അങ്ങനെയുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആര് നോക്കണം, അഡ്മിനിസ്ട്രേഷൻ ഏരിയ മോണിറ്റർ ചെയ്യണം. പിന്നെന്താ പറയുന്നത്, ഇഫ് സ്ട്രിക്ട്ലി sterility can not be attained and maintained, the system has failed ആണ് അവിടെ failed എന്നാക്കണേ. അപ്പൊ എന്താ പറയുന്നത്, സ്റ്റെറിലിറ്റി അല്ലെ അണുവിമുക്തമാക്കുന്നത് എന്താണ്, നല്ല രീതിയിൽ അല്ലെങ്കിൽ എന്താണ് പറയാ, അണുവിമുക്തം ആയില്ലെങ്കിൽ എന്താണ്, സിസ്റ്റം ഹാസ് ഫെയിൽഡ് അല്ലെ. സിസ്റ്റം ഫെയിൽഡ് ആയി എന്ന് പറയാൻ പറ്റും അല്ലെ. എന്താണ് അവിടുത്തെ മിഷൻസും കാര്യങ്ങളൊക്കെ എന്താണ് ഫെയിൽഡ് ആയി എന്ന് പറയാനായിട്ട് പറ്റും. സിസ്റ്റം ഫെയിൽ ആയി എന്ന് പറയാൻ പറ്റും. എന്താ എങ്ങനെ ഫെയിൽ ആയി എന്ന് പറയാൻ പറ്റുന്നത്, അണുവിമുക്തം ആയില്ലെങ്കിൽ അല്ലെ, നല്ല രീതിയിൽ അണുവിമുക്തം ആയില്ലെങ്കിൽ അവിടുത്തെ ഓരോ ഐറ്റംസും സ്റ്റെറിലൈസേഷൻ ആയില്ലെങ്കിൽ ആ സിസ്റ്റം ഫെയിൽഡ് ആയി എന്ന് പറയാൻ പറ്റും. ക്ലിയർ അല്ലേ? അഡ്മിനിസ്ട്രേറ്റീവ് മോണിറ്ററിംഗ് ആ പാരഗ്രാഫ് ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? എന്താ പറയാ, അവിടുത്തെ വർക്ക് പ്രാക്ടീസസ് തൊഴിൽ പരിശീലനത്തിൽ ഓവർസീ ചെയ്യാം. പിന്നെ എന്താ പറയുന്നത്, അവിടുത്തെ സ്റ്റാഫുകള് എന്തിലൊക്കെ റെസ്പോൺസിബിൾ ആയിരിക്കണം, സ്റ്റെറിലൈസ് ആൻഡ് ഡിസ്ഇൻഫെക്റ്റിംഗ് ഐറ്റംസ്, അതുപോലെ എന്താണ് സ്റ്റെറിലൈസ് ചെയ്ത സപ്ലൈ ചെയ്യുന്ന ഐറ്റംസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതിലും എന്തായിരിക്കണം, അവിടുത്തെ പേഴ്സണൽസ് സ്റ്റാഫുകള് റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ ആയിരിക്കണം അല്ലെ. അവിടുത്തെ രീതിയിൽ അല്ലെ നല്ല രീതിയിലുള്ള അണുവിമുക്തമാക്കിയില്ലെങ്കിൽ നമുക്ക് ക്രോസ് ഇൻഫെക്ഷൻ വരാനായിട്ടുള്ള സാധ്യതകൾ ഉള്ളത് കൊണ്ട് നല്ല രീതിയിൽ അവിടുത്തെ ഐറ്റംസ്, അവിടെ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും കൊണ്ടുവരുന്ന ഐറ്റംസ് ക്ലിയർ ആയിട്ട് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് ഡിസ്ഇൻഫെക്റ്റ് ഒക്കെ ചെയ്തിട്ട് പിന്നെ എന്ത് ചെയ്യണം, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നതിൽ അവിടുത്തെ സ്റ്റാഫുകള് അക്കൗണ്ടബിൾ ആൻഡ് റെസ്പോൺസിബിൾ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പിന്നെന്താ പറയുന്നത്, സ്റ്റെറിലിറ്റി അല്ലെ, സ്റ്റെറിലൈസേഷൻ നടന്നില്ല, അണുനശീകരണം നടന്നില്ലെങ്കിൽ ആ സിസ്റ്റം ഹാസ് ഫെയിൽഡ് ആയി അല്ലെ, ഫെയിൽഡ് ആയി എന്ന് പറയാനായിട്ട് പറ്റും. ഫെയിൽഡ് എന്ന് ആക്കണം കേട്ടോ അവിടെ. ഇനി അതിന്റെ അടിയിൽ നോക്കിയ പോയിന്റ്സുകൾ അല്ലെ, CSSP-യിൽ വരുന്ന പോയിന്റ്സുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. ഡീകണ്ടാമിനേറ്റിംഗ്, ടെർമിനലി sterilization and cleaning all reusable items of disposable items അല്ലെ,
നമ്മൾ പറഞ്ഞു അല്ലെ, എന്താണ് ഡിസ്പോസിബിൾ, നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് ഡിസ്പോസ് ചെയ്ത് കളയുന്നു. അപ്പോ ഇപ്പോ ഫോർ എക്സാമ്പിൾ ആയിട്ട് എന്താണ് പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഡിസ്പോസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്ക് അത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റില്ലേ? പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് വീണ്ടും റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഐറ്റംസ് എന്താണ് പറയുന്നത്, അവിടെ നല്ല രീതിയിൽ ഡീകണ്ടാമിനേഷൻ നടത്തി റീയൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? എക്സാമ്പിൾ ആയിട്ട് എന്താണ് പ്ലാസ്റ്റിക് ഐറ്റംസ് എഴുതി വെച്ചാൽ മതി കേട്ടോ. അപ്പൊ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ ഡിസ്പോസ് ചെയ്യുന്ന അല്ലെ, നമ്മളവിടെ ഡിസ്പോസ് ചെയ്യുന്നു പറഞ്ഞു CSTയില് എന്താണ് കുറെ ഐറ്റംസിൽ ഡിസ്പോസ് ചെയ്യുന്നു. അപ്പൊ ഡിസ്പോസ് ചെയ്യുമ്പോൾ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ റീയൂസബിൾ ഐറ്റംസ് അല്ലേ അതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ. മാറ്റം വരുത്തി നല്ല രീതിയിൽ എന്താണ് ഡീകണ്ടാമിനേഷൻ നടത്തി സ്റ്റെറിലൈസേഷൻ നടത്തിയിട്ട് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ റീയൂസ് ചെയ്യണം എന്നാണ് പറയുന്നത്. ക്ലിയർ ആയോ? പിന്നെന്താ പറയുന്നത്, പാക്കേജിങ് ആൻഡ് ലേബലിംഗ് ഓഫ് ഐറ്റംസ്. നല്ല രീതിയിൽ അല്ലെ അവിടുത്തെ ഐറ്റംസ് പാക്കിങ് ചെയ്യാം, അതുപോലെ എന്താണ് ലേബലിംഗ് ചെയ്യാം. ലേബലിംഗ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലായില്ലേ, ഇത്ര ദിവസം സ്റ്റെറിലൈസേഷൻ ചെയ്യാം, ഇന്ന ഡേറ്റ് സ്റ്റെറിലൈസേഷൻ ചെയ്ത ഡേറ്റുകൾ മറക്കരുത് ആ കാര്യങ്ങളൊക്കെ. അപ്പൊ എന്താണ് അതൊക്കെ അറിയാം നിങ്ങൾക്ക്. അങ്ങനെയുള്ള ഐറ്റംസ് നല്ല രീതിയിൽ ലേബൽ ചെയ്യാം, പാക്ക് ചെയ്ത് വെക്കാം. പിന്നെ എന്താ പറയുന്നത്, ലോഡിങ് ആൻഡ് അൺലോഡിങ് ഓഫ് സ്റ്റെറിലൈസർ. ലോഡിങ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ചേമ്പറിൽ വെക്കോലോ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്, ലോഡ് ചെയ്ത് വെക്കില്ലേ, അതിനെയാണ് ലോഡിങ് എന്ന് പറയുന്നത്. ഇനി സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, ചേമ്പറിൽ നമ്മൾ എടുക്കും അല്ലെ, അതിനെയാണ് അൺലോഡിങ് എന്ന് പറയുന്നത്. ലോഡിങ് എന്ന് പറയുന്നത് എന്താണ്, ചേമ്പറിൽ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കോലോ, അതിനെയാണ് ലോഡിങ് എന്ന് പറയുന്നത്. അൺലോഡിങ് എന്ന് പറയുന്നത് എന്താണ്, സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് കഴിഞ്ഞ് ഓരോ ഡിസ്ട്രിബ്യൂഷൻ നടത്തും അല്ലെ, അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ നിന്ന് എടുക്കുന്നതിനെയാണ് അൺലോഡിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ലോഡിങ് ആൻഡ് അൺലോഡിങ്. ഇനി എന്താണ് നെക്സ്റ്റ് പോയിന്റ് എന്താ പറയുന്നത്, ഓപ്പറേറ്റിംഗ് ഓഫ് സ്റ്റെറിലൈസർ. എന്താണ് ഓപ്പറേറ്റിംഗ്? ഓരോ ടൈമുകൾ അല്ലെ, കറക്റ്റ് ടൈം നോക്കണം അല്ലെ, സ്റ്റെറിലൈസേഷൻ പ്രോസസ് അല്ലെങ്കിൽ ആ സൈക്കിൾ പൂർത്തിയാകാനായിട്ട് എന്തോരം ടൈം എടുക്കുന്നുണ്ട് എന്നുള്ള കാര്യം, അതിന്റെ ഓപ്പറേറ്റിംഗ് ടൈമുകൾ കറക്റ്റ് ആയിട്ട് നോക്കണം. പിന്നെന്താ പറയുന്നത്, ഡിസ്പ്ലേയിങ് ആൻഡ് കീപ്പിംഗ് റെക്കോർഡ്സ് ഓഫ് ഈച്ച് സൈക്കിൾ. എന്താ പറയുന്നത്, ഇപ്പൊ നമ്മള് പ്രഷർ ടൈം നോക്കുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്, ടെമ്പറേച്ചർ ടൈമുകൾ അല്ലെ. ഇപ്പൊ ഓട്ടോക്ലേവ്സിന്റെ ഒക്കെ ടെമ്പറേച്ചർ എത്രയാണ്, 121, പ്രഷർ ടൈം എത്രയാണ്, 15. അങ്ങനെയുള്ള ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടില്ലേ നമ്മള് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യണം. സ്റ്റെറിലൈസേഷൻ സൈക്കിളിന്റെ ടെമ്പറേച്ചർ, അതുപോലെ പ്രഷറുകൾ അല്ലെ, പ്രഷേഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ഒരു സൈക്കിൾ പൂർത്തിയാക്കുന്നത് അല്ലെ. അപ്പൊ കറക്റ്റ് രീതിയിലാണോ, കറക്റ്റ് ടൈമിങ്ങിനാണോ ആ സൈക്കിൾ പൂർത്തിയാക്കുന്നത് എന്നുള്ള കാര്യം റെക്കോർഡ് ചെയ്ത് വെക്കണം. അതുപോലെ പ്രദർശിപ്പിക്കുകയും വേണം, ഡിസ്പ്ലേ ചെയ്യുകയും വേണം. ക്ലിയർ ആയില്ലേ? Adhering of safety measures and preventive maintenance protocol. സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സുരക്ഷാ നടപടികളും അതുപോലെ പ്രതിരോധ പരിപാലന പ്രോട്ടോകോളുകളും കൃത്യമായിട്ട് പിന്തുടരണം. മനസ്സിലായോ? സേഫ്റ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാല് സുരക്ഷാ നടപടികളും, പിന്നെന്താ പറയുന്നത്, പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോൾ അല്ലെ. പ്രിവെന്റീവ് മെയിന്റനൻസ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാല് പ്രതിരോധ പരിപാലന പ്രോട്ടോകോളുകളും കൃത്യമായിട്ട് പിന്തുടരണം. ഇനി നെക്സ്റ്റ് പോയിന്റ് എന്താണ്, സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ് അല്ലെ. സ്റ്റെറൈൽ ഐറ്റംസ് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ടുള്ള ഏരിയയിൽ മാത്രം സ്റ്റോർ ചെയ്യാൻ പാടുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ക്ലീനിങ് അല്ലാത്ത ഏരിയയിലാണെങ്കിൽ എന്താണ്, അണുക്കൾ പകരാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് അല്ലെ. അതുകൊണ്ടാണ് സ്റ്റെറൈൽ ഐറ്റംസ്, അണുവിമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസ് ക്ലീൻഡ് ഏരിയയിലാണ് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? സ്റ്റോറിംഗ് ഓഫ് സ്റ്റെറൈൽ ഐറ്റംസ്, ക്ലീൻഡ് ഏരിയയിലാണ് സ്റ്റെറൈൽ ഐറ്റംസ് സ്റ്റോർ ചെയ്യേണ്ടത്. ഹാൻഡ്ലിംഗ് സ്റ്റെറൈൽ ഐറ്റംസ് റെഡി ഫോർ യൂസ്. എന്താ പറയുന്നത്, റെഡി ഫോർ യൂസ് അല്ലെ. സ്റ്റെറൈൽ ചെയ്ത് ഓരോ ഡിപ്പാർട്ട്മെന്റിലും കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസേഷൻ നടത്തി
മറ്റു ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, യൂസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരാൾക്ക് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ അത് റെഡി ഫോർ യൂസ് എന്ന് പറയുന്നത് മനസ്സിലായില്ലേ, യൂസേജിന് വേണ്ടിയിട്ട് എല്ലാ പ്രോസസ്സിംഗും കഴിഞ്ഞ് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനിരിക്കുന്ന ഐറ്റംസ്, സ്റ്റെറൈൽ ആയിട്ടുള്ള ഐറ്റംസ് ഹാൻഡിൽ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളും എന്ത് ചെയ്യണം, അവർക്ക് അവിടുത്തെ പേഴ്സണൽസിന് അറിയണ്ടേ. അപ്പൊ അങ്ങനെയും എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം എന്നാണ് പറയുന്നത്. എന്താണ്, റെഡി ഫോർ യൂസിന് വേണ്ട സ്റ്റെറൈൽഡ് ഐറ്റംസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, നല്ല രീതിയിലാണ് ഹാൻഡിൽ ചെയ്യേണ്ടത്, എങ്ങനെയെല്ലാം എന്തൊക്കെ കാര്യങ്ങൾ വേണം ഹാൻഡിൽ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടുത്തെ സ്റ്റാഫുകൾക്ക് അറിയണം. ക്ലിയർ ആയോ? മേക്കിംഗ് സ്റ്റെറൈൽ ട്രാൻസ്ഫർ ടു ദ സ്റ്റെറൈൽ ഫീൽഡ് എന്ന് പറയുന്നത് സ്റ്റെറൈൽ ആയിട്ടുള്ള അണുമുക്തമാക്കിയിട്ടുള്ള ഐറ്റംസ് എവിടേക്കാണ് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടത്, സ്റ്റെറൈൽ ആയിട്ടുള്ള ഫീൽഡിലേക്ക് വേണം, സ്റ്റെറൈൽ ഏരിയയിലേക്ക് വേണം സ്റ്റോർ ചെയ്ത് വെക്കാൻ. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് CSE ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് നടക്കുന്നുണ്ടോ എന്ന് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ മോണിറ്റർ ചെയ്യണം. ഓക്കെ അല്ലേ? ഇനി ലാസ്റ്റ് പോയിന്റ് കൂടി ഉണ്ട്, മിസ് അതും കൂടി പറഞ്ഞിട്ട് പൊക്കോളാം. ക്ലിയർ ആയോ? ഇത്രയും പോയിന്റ് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ ഏതൊക്കെയാണെന്നുള്ളത്. റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, ജോബ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ CSE മാനേജർ ഇൻചാർജ് അല്ലെ, അവിടുത്തെ ടോപ്പ് പൊസിഷനിൽ നിൽക്കുന്ന ആളാണല്ലേ മാനേജർ, അവിടുത്തെ ഇൻചാർജ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ജോബ് റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് എന്താ പറയുന്നത്, ഓവർ സൂപ്പർവിഷൻ ഓഫ് CSSD എന്ന് പറയുന്നത് എല്ലാ കാര്യങ്ങളും സൂപ്പർവൈസ് ചെയ്യണം അല്ലെ. CSE ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിക്കുന്നത് ആരാണ്, ആർക്കാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്, മാനേജർക്കാണ്. പിന്നെ എന്താ പറയുന്നത്, ഡിസ്പ്ലേയിങ് ദ സ്റ്റെറിലൈസേഷൻ പ്രോസസ് അല്ലെ, സ്റ്റെറിലൈസേഷൻ പ്രോസസ് പറഞ്ഞില്ലേ, ആ സൈക്കിള് ചെയ്യുന്നതിന്റെ സ്റ്റെറിലൈസേഷൻ സൈക്കിൾ ചെയ്യുന്നതിന്റെ ടൈമിങ്, അതുപോലെ ടെമ്പറേച്ചർ പ്രഷർ ഒക്കെ നല്ല രീതിയിൽ കറക്റ്റ് രീതിയിലാണോ അത് പോകുന്നത് എന്നുള്ള കാര്യം ഡിസ്പ്ലേ ചെയ്ത് വെക്കണം. പിന്നെ എന്താ പറയുന്നത്, സൂപ്പർവൈസിങ് ഗൈഡിങ് ആൻഡ് ട്രെയിനിങ് ഓഫ് സ്റ്റാഫ്, അവിടുത്തെ സ്റ്റാഫുകളെ എന്താണ് സൂപ്പർവൈസ് ചെയ്യുക, നല്ല രീതിയിൽ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുക, നല്ല രീതിയിലുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അതും ആരുടെ റെസ്പോൺസിബിലിറ്റി ആണ്, മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. പിന്നെ എന്താ പറയുന്നത്, ഡയറക്റ്റിംഗ് ദ ഡ്യൂട്ടി റോസ്റ്റർ ആൻഡ് റെക്കോർഡ്സ് അല്ലെ. ഡ്യൂട്ടി റോസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ടൈം ഷെഡ്യൂളിങ്, ഓരോ ഡ്യൂട്ടികൾ ഉണ്ടാവില്ല, ഡേ ഷിഫ്റ്റ് നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെയുള്ള ഡ്യൂട്ടികൾ എന്ത് ചെയ്യണം, ഓരോ സ്റ്റാഫുകൾക്കും അസൈൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഡയറക്റ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ്, റെക്കോർഡും കീപ്പ് ചെയ്യുക. അലോട്ടിങ് റിസോഴ്സസ് അല്ലെ, റിസോഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വിഭവങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ പറയാം നമുക്ക്, അവിടുത്തെ മിഷനുകള്, എക്യുപ്മെന്റ്സ്, അതുപോലെ സ്റ്റാഫുകൾ. ഇപ്പൊ സ്റ്റാഫുകളെ ഷോർട്ടേജ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്ത് അലോട്ട് ചെയ്ത് കൊടുക്കുക. മിഷനുകൾ എന്തെങ്കിലും ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പ്രോസസ്സിംഗ് കാര്യങ്ങൾ നടത്താനായിട്ട് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും അലോട്ട് ചെയ്യുക, അതും എന്ത് ചെയ്ത് കൊടുക്കണം, അലോട്ട് ചെയ്ത് അനുവദിച്ചു കൊടുക്കണം. ക്ലിയർ ആയില്ലേ? പിന്നെ എന്താ പറയുന്നത്, കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് ടു സ്ക്രൂട്ടനൈസ് ആൻഡ് ഡിക്രീസ് ദ നമ്പർ ഓഫ് സൈക്കിൾ എന്ന് പറയുന്നത്, നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറച്ച് എന്ത് ചെയ്യണം, എന്താണ്, സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന നമ്പർ അല്ലെ, നമ്പർ ഓഫ് സൈക്കിളിന്റെ എണ്ണം കുറയ്ക്കുകയും അത് സൂക്ഷ്മ പരിശോധന, സ്ക്രൂട്ടനൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് കൺട്രോൾ മെഷേഴ്സ് എടുക്കണം. അപ്പോ ഇമ്പോർട്ടന്റ് പോയിന്റ് കോസ്റ്റ് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് കേട്ടോ. എന്താ പറയുന്നത്, സ്റ്റെറിലൈസേഷൻ പെർഫോം ചെയ്യുന്ന ആ നമ്പേഴ്സിന്റെ അല്ലെ, ആ സൈക്കിൾ ഉണ്ടാവുമല്ലോ, ആ പ്രോസസ് നടത്തുമ്പോൾ ആ സൈക്കിൾ ഉണ്ടാവുമല്ലോ, ആ സൈക്കിളിന്റെ എണ്ണം കുറച്ചിട്ട് സൂക്ഷ്മ പരിശോധന നടത്തി കോസ്റ്റ് കൺട്രോൾ ചെയ്യണം. പിന്നെന്താ പറയുന്നത്, ഇൻവെന്ററി മാനേജ്മെന്റ് ഓഫ് സപ്ലൈസ് ആൻഡ് കൺസ്യൂമബിൾസ്. കൺസ്യൂമബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഉപഭോക്ത വസ്തുക്കളുടെയും അതുപോലെ എക്യുപ്മെന്റ്സിന്റെയും ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ എന്താണ്, വിവര പട്ടിക മാനേജ് ചെയ്യുക. ക്ലിയർ ആയോ? ഓക്കെ ആണോ?
ഓക്കെ ആണോ? ഇത്രയും പോയിന്റ് ക്ലിയർ ആയോ? ഇതോടുകൂടി എന്താ പറഞ്ഞത്? എക്യുപ്മെന്റ്സ് സപ്ലൈ ചെയ്യുന്ന അവിടെയുള്ള ഐറ്റംസിന്റെയും അതുപോലെ ഉപഭോക്തൃ വസ്തുക്കളുടെയും ഇൻവെന്ററി അല്ലെ, വിവര പട്ടിക മാനേജ് ചെയ്യുക. ജസ്റ്റ് ആ പോയിന്റ് അറിഞ്ഞിരുന്നാൽ മതി കേട്ടോ. മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി എന്തൊക്കെയാണെന്നുള്ളത് അറിഞ്ഞിരുന്നാൽ മതി. ക്ലിയർ ആയോ? ഇതോടുകൂടി നമ്മളുടെ ഈ ചാപ്റ്റർ തീരുകയാണ് കേട്ടോ. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ക്ലിയർ ആണ്. താങ്ക് യു. പഠിച്ചുകൊണ്ട് വരണോ കേട്ടോ, മറക്കരുതേ, ടൈമൊന്നുമില്ല.